ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫെയർസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫെയർസ് എന്ന് പറയുമ്പോൾ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇന്നലെ വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് MD ആൻഡ് CEO എസ് കൃഷ്ണൻ റിട്ടയേഴ്സ്. അപ്പോൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയ എസ് കൃഷ്ണൻ റിട്ടയർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലിമിറ്റഡ് ആൻഡ് ഇന്ത്യൻ നാഷണലൈസ്ഡ് ബാങ്ക് അനൗൺസ്ഡ് ദാറ്റ് ഇറ്റ്സ് MD ആൻഡ് CEO എസ് കൃഷ്ണൻ റിട്ടയർ ഫ്രം ദ റോൾ വിത്ത് ഇഫക്റ്റ് ഫ്രം 31st May 2022. അപ്പോൾ 31st May 2022 റിട്ടയർ ചെയ്തിരിക്കുകയാണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ MD ആൻഡ് CEO ആയ എസ് കൃഷ്ണൻ. പിന്നെ നെക്സ്റ്റ് ന്യൂസ്, നെക്സ്റ്റ് ന്യൂസിൻ്റെ മുമ്പ് പ്രയർ ടു ജോയിനിങ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൻ്റെ ആസ് എ MD ആൻഡ് CEO കൃഷ്ണൻ വാസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് സിൻഡിക്കേറ്റ് ബാങ്ക് ആൻഡ് കാനറ ബാങ്ക്. അപ്പോൾ സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെയും കനറ ബാങ്കിൻ്റെയൊക്കെ MD ആൻഡ് CEO ആയിരുന്നു ഈ എസ് കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. സോ നെക്സ്റ്റ് ന്യൂസ്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഇഷ്യൂഡ് ബയോഡൈവേഴ്സിറ്റി പോളിസി ഫോർ കൺസർവേഷൻ ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ബയോഡൈവേഴ്സിറ്റി പോളിസി ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവേഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ബയോഡൈവേഴ്സിറ്റി പോളിസി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, സെൻറ്റർ ടു സെലിബ്രേറ്റ് തെലങ്കാന ഫോർമേഷൻ ഡേ ഓൺ June 2 വിത്ത് അമിത് ഷാ ആസ് ചീഫ് ഗസ്റ്റ്. അപ്പോൾ സെൻറ്റർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് തെലങ്കാന ഫോർമേഷൻ ഡേ 2 June വിത്ത് അമിത് ഷാ ആസ് ചീഫ് ഗസ്റ്റ്. അമിത് ഷാ ആയിരിക്കും അതിൻ്റെ ചീഫ് ഗസ്റ്റ്. അപ്പോൾ ഹോം മിനിസ്റ്റർ അമിത് ഷാ വിൽ ബി ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം. അപ്പോൾ സെൻറ്റർ ടു സെലിബ്രേറ്റ് തെലങ്കാന ഫോർമേഷൻ ഡേ ഒബ്സർവ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ തെലങ്കാന ഡേ എന്ന് പറയും. അത് ഒബ്സർവ് ചെയ്യാൻ പോവുകയാണ് സെൻട്രൽ ഗവൺമെൻറ്. സോ നെക്സ്റ്റ് ന്യൂസ്, ഫോർമർ SBI MD അശ്വനി ഭാട്ടിയ ടേക്സ് ചാർജ് ആസ് ഹോൾ ടൈം മെമ്പർ ഓഫ് സെബി. അപ്പോൾ മുൻ SBI മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന അശ്വനി ഭാട്ടിയ ടേക്സ് ചാർജ് ആസ് ഹോൾ ടൈം മെമ്പർ ഓഫ് സെബി ആയിട്ട് ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് അശ്വിനി ഭാട്ടിയ. അപ്പോൾ ഫോർമർ SBI MD ആയിരുന്ന അശ്വിനി ഭാട്ടിയ ഇപ്പോൾ സെബിയുടെ ഹോൾ ടൈം മെമ്പറായി ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സെബിയുടെ പ്രസൻറ്റ് ചെയർപേഴ്സൺ ആണ് മധാബി പുരി ബുച്ച്. ആഫ്റ്റർ ഭാട്ടിയാസ് ജോയിനിങ് സെബി ഹാസ് 3 WTMs എന്നുവെച്ചാൽ ഹോൾ ടൈം മെമ്പർ. ഇപ്പോൾ സെബിക്ക് 3 ഹോൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്, അതിലൊന്നാണ് ഇപ്പോൾ അശ്വിനി ഭാട്ടിയ. നെക്സ്റ്റ് ന്യൂസ്, GST റവന്യൂ ജംപ്സ് 44%, സ്റ്റാൻഡ്സ് അറ്റ് 1.41 lakh crore ഇൻ മെയ്. അപ്പോൾ GST റവന്യൂ 44% വർദ്ധിക്കാനാണ് പോകുന്നത്. 1.41 lakh crore ഉണ്ട് ഈ മെയ് മാസത്തിൽ. GST റവന്യൂ ഇത്രയുണ്ടായിരുന്നു, 1.41 lakh crore. Goods and service tax revenue come in lower than a record high collection in April. ഏപ്രിലിൽ അത് 1.68 lakh crore ആയിരുന്നു. ഈ മെയ് മാസത്തിൽ 1.41 lakh crore ആണ് GST റവന്യൂ ശേഖരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ മെൻസ് ഹോക്കി ടീം ഡിഫീറ്റ്സ് ജാപ്പാൻ 1-0 ടു ബാഗ് ബ്രോൺസ് ഇൻ ഏഷ്യ കപ്പ്. ഏഷ്യ കപ്പിൽ ബ്രോൺസ് നേടി ഇന്ത്യ. അത് ജപ്പാനെ തോൽപ്പിച്ചുകൊണ്ടാണ്. 1-0 സ്കോറാണ് തോൽപ്പിച്ച സ്കോറ്. അങ്ങനെ ബ്രോൺസ് മെഡൽ ഇൻ ഏഷ്യ കപ്പിൽ ബ്രോൺസ് മെഡൽ നേടിയിരിക്കുകയാണ്. സൗത്ത് കൊറിയ ബീറ്റ്സ് മലേഷ്യ 2-1 ഇൻ എ ത്രില്ലിംഗ് ഫൈനൽ. അപ്പോൾ സൗത്ത് കൊറിയയാണ് ജയിച്ചത്, മലേഷ്യയെ തോൽപ്പിച്ചുകൊണ്ട് ഫൈനലിൽ ജയിച്ചത് സൗത്ത് കൊറിയയാണ് ഹോക്കിയിൽ. നെക്സ്റ്റ് ന്യൂസ്, ഇന്ത്യ ആൻഡ് ചൈന റിവ്യൂസ് സിറ്റുവേഷൻ അലോങ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഡ്യൂറിങ് 24th WMCC മീറ്റിംഗ്. WMCC എന്ന് വെച്ച് കഴിഞ്ഞാൽ WMCC മീറ്റിങ്ങിൽ ഇന്ത്യയും ചൈനയും റിവ്യൂ ചെയ്തിരിക്കുകയാണ് സിറ്റുവേഷൻ അലോങ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഡ്യൂറിങ് 24th WMCC മീറ്റിംഗ്.
നമുക്ക് വായിച്ചു നോക്കാം. ദ 24th മീറ്റിംഗ് ഓഫ് എ വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൺ എ ഇന്ത്യ ചൈന ബോർഡർ അഫയേഴ്സ് വാസ് റീസെൻ്റ്ലി ഹെൽഡ്. അപ്പോൾ അതാണ് അതിൻ്റെ ഫുൾ ഫോം. വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് എ ഇന്ത്യ ചൈന ബോർഡർ അഫയേഴ്സ് വാസ് റീസെൻ്റ്ലി വാസ് ഹെൽഡ് റീസെൻ്റ്ലി. അപ്പോൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ ഉള്ളൊരു ഡിസ്പ്യൂട്ടഡ് ബൗണ്ടറിയാണത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഇന്ത്യയും ചൈനയും അത് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സിറ്റുവേഷൻ അലോങ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഡ്യൂറിങ് 24th വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷൻ ഓൺ ഇന്ത്യ ചൈന ബോർഡർ അഫയേഴ്സ് മീറ്റിങ്ങിൽ അവർ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ന്യൂസ്, സെർജിയോ പെരേസ് വിൻസ് മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ്. അപ്പോൾ സെർജിയോ പെരേസ് മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് ജയിച്ചിരിക്കുകയാണ്. റെഡ് ബുള്ളിൻ്റെ സെർജിയോ പെരേസ് രജിസ്റ്റേർഡ് ഹിസ് ഫസ്റ്റ് ഫോർമുല 1 വിൻ ഓഫ് ദ സീസൺ ഇൻ എ റെയിൻ മാർഡ് മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ്. അപ്പം മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ ജയിച്ചത് സെർജിയോ പെരേസ് ആണ്. നെക്സ്റ്റ് ന്യൂസ്, 118th മീറ്റിംഗ് ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ പെർമനൻറ്റ് ഇൻഡസ് കമ്മീഷൻ. അപ്പോൾ 118ാമത്തെ മീറ്റിംഗ് ഓഫ് ഇന്ത്യ പാകിസ്ഥാൻ പെർമനൻറ്റ് ഇൻഡസ് കമ്മീഷൻ നടന്നുവെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ 118th മീറ്റിംഗ് ഓഫ് പെർമനൻറ്റ് ഇൻഡസ് കമ്മീഷൻ കംപ്രൈസിംഗ് ഓഫ് ഇൻഡസ് കമ്മീഷണേഴ്സ് ഓഫ് ഇന്ത്യ ആൻഡ് ചൈന വാസ് ഹെൽഡ് ഇൻ ന്യൂഡൽഹിയിൽ വെച്ചാണ് അത് നടന്നത്. സോ ദ ഇന്ത്യൻ ഡെലിഗേഷൻ വാസ് ലെഡ് ബൈ AK Pal, the Indian Commissioner for Indus Waters, and the visiting Pakistan delegation was led by Mr. Syed Mohammad Meher Ali Shah, the Pakistan Commissioner for Indus Waters. Next news, India and Sweden host a industry transition dialogue in Stockholm. Stockholm's capital Stockholm. സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത് സ്വീഡൻ്റെ ക്യാപിറ്റലാണ്. സ്വീഡൻ ക്യാപിറ്റൽ സ്റ്റോക്ക്ഹോം, കറൻസി ക്രോണ. അപ്പോൾ ഇന്ത്യ ആൻഡ് ചൈന ഹോസ്റ്റഡ് ദ ഇൻഡസ്ട്രി ട്രാൻസിഷൻ ഡയലോഗ് ഇൻ സ്റ്റോക്ക്ഹോം ആസ് എ പാർട്ട് ഓഫ് ദിയർ ജോയിൻറ്റ് ഇനിഷ്യേറ്റീവ് ദാറ്റ് ഈസ് എ ലീഡർഷിപ്പ് ഓഫ് ഇൻഡസ്ട്രി ട്രാൻസിഷൻ. ഇന്ത്യ ആൻഡ് സ്വീഡൻ ഹോസ്റ്റ് ഇൻഡസ്ട്രി ട്രാൻസിഷൻ ഡയലോഗ് ഇൻ സ്റ്റോക്ക്ഹോം. ഇന്ത്യ ആൻഡ് സ്വീഡൻ ഇൻഡസ്ട്രി ട്രാൻസിഷൻ ഡയലോഗ് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റോക്ക്ഹോമിൽ. നെക്സ്റ്റ് ന്യൂസ്, BOB ഫിനാൻഷ്യൽ ആൻഡ് HPCL ലോഞ്ച് കോ-ബ്രാൻഡഡ് കോൺടാക്ട്ലെസ് റൂപേ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ഫിനാൻഷ്യലും അതേപോലെ HPCLും ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കോ-ബ്രാൻഡഡ് കോൺടാക്ട്ലെസ് റൂപേ ക്രെഡിറ്റ് കാർഡ്. റൂപേ ക്രെഡിറ്റ് കാർഡാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ, അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ ഫിനാൻഷ്യലും അതേപോലെ HPCLും കൂടിയിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ബ്രാൻഡഡ് കോൺടാക്ട്ലെസ് റൂപേ ക്രെഡിറ്റ് കാർഡ്. നെക്സ്റ്റ് ന്യൂസ്, Indian Navy to bid farewell to 2 ships, INS Nishank and INS Akshay in Mumbai. മുംബൈയിൽ വെച്ച് ഈ 2 കപ്പലുകളെയും ഫെയർവെല് ചെയ്യാൻ പോവുകയാണ് ഇന്ത്യൻ നേവി. The Indian Navy will bid farewell to its 2 ships, INS Nishank and INS Akshay, at Naval Dockyard in Mumbai. Both the ships will be decommissioned at Naval Dockyard after 32 years of being at the forefront of safeguarding the maritime interests of the nation. Next news, Ministry of Defence inks rupees 2,971 crore contract with the BDL to procure Astra MK1 missile system. Astra MK1 missile system procure ചെയ്യാൻ വേണ്ടിയിട്ടൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസും അതേപോലെ BDLും തമ്മിൽ. BDL എന്ന് വെച്ചാൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും തമ്മിൽ. അപ്പോൾ അതിന് ചിലവാക്കിയ രൂപയാണ് 2,971 crore rupees കോൺട്രാക്റ്റ്. അത്രയും രൂപയുടെ കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഡിഫൻസും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും കൂടിയിട്ട്. നെക്സ്റ്റ് ന്യൂസ്, 2-day നാഷണൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ടു ബി ഹെൽഡ് ഇൻ ഗുജറാത്ത്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഗുജറാത്തിൽ വെച്ച് നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. The National Education Ministers Conference is to be held in Gujarat on 1st and 2nd June. അത് കഴിഞ്ഞിരിക്കുകയാണ്. സോ 1st and 2nd ജൂണിൽ അത് നടന്നു. സോ 2-day നാഷണൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ഗുജറാത്തിൽ വെച്ച് നടന്നു. നെക്സ്റ്റ് ന്യൂസ്, സഞ്ജയ് കുമാർ വർമ്മ സെലക്റ്റഡ് ആസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് മെൽക്കോൺ ലിമിറ്റഡ്.
അപ്പോൾ സഞ്ജയ് കുമാർ വർമ്മേനെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് മെൽക്കോൺ ലിമിറ്റഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് സെലക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ന്യൂസ്, സെൻറ്റർ എലിവേറ്റ്സ് എ ടോപ്പ് IPS ഓഫീസർ SL 1000 ആസ് SSB ചീഫ്. സുൽഫിക്കർ ഹസൻ നെയിംഡ് ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് BCAS. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. സീനിയർ IPS ഓഫീസർ സുൽഫിക്കർ ഹസൻ ആൻഡ് SL 1000 have been appointed as the new Directors General of Bureau of Civil Aviation Security BCAS and the Shastra Seema Bal respectively. അപ്പോൾ ഇതിൽ SL 1000 ശസ്ത്ര സീമ ബല്ലിൻ്റെയും അതേപോലെ സുൽഫിക്കർ ഹസനെ BCAS അതായത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് അവരുടെ അപ്പോയിൻമെൻറ്റ് ഡേറ്റാണ്. ഹസൻ അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ട് 31/10/2024 വരെ ചാർജ് ഏറ്റെടുക്കും. അതേപോലെ 1000 ടേം 30/11/2023 വരെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രിവൺ.